ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നതായിരുന്നു ഒന്ന് ഈസ്റ്റോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് തിരിച്ചു വരണം എന്ന്. അങ്ങനെ ഇന്നായിരുന്നു ആ ദിവസം. ഞങ്ങളങ്ങനെ ഈസ്റ്റോട്ട് എത്തി. എന്താ മേടിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം ഫുൾ കൺഫ്യൂഷൻ. അവിടെ നോക്കിയാൽ മാല, ഇവിടെ നോക്കിയാൽ കമ്മൽ. അങ്ങനെ ഞാനൊരു ബാംഗിൾ മേടിച്ച് ഞാനിവിടെ കുളത്തിൻ്റെ അവിടെ നിന്ന് കേട്ടോ. ഇവിടെ എന്താ അറിയില്ല, ഇവിടെ നിന്ന് ഭയങ്കര മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീനും അങ്ങനെ ഈ കോട്ടൺ ക്യാൻഡി കഴിച്ചിട്ട് ഒരുപാട് നാളായി അങ്ങനെ അതും മേടിച്ച് കഴിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ ഫാൻസി ഐറ്റംസും ഇയറിങ്സൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഈ ഒരു മിനി ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആകെ ഞെട്ടിപ്പോയത് ഈ ഒരു സ്ഥലത്താണ്. എന്തൊരു വാച്ചാന്നറിയോ, അമ്മാതിരി വാച്ച്. പക്ഷേ റേറ്റാണ്, എനിക്ക് കത്തിച്ച് വിട്ട റേറ്റായിരുന്നു. എന്നാലും ഒന്നും മേടിക്കാണ്ട് പോകത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഈ ഒരു വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അത് മേടിച്ചിട്ടോ. 1800 ആ കുഴപ്പമില്ല, എന്നാലും ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു സ്പെക്സ് ഇഷ്ടമായി. സ്പോൺസർ ബൈ ദീപു ചേട്ടൻ. അങ്ങനെ ഞാൻ എനിക്ക് വെച്ചതിനേക്കാൾ അവൾക്ക് വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ആർ.കെ വെഡിങ് മാളിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഏതാണ്ട് സത്യം പറഞ്ഞാൽ ആർ.കെ വെഡിങ് മാളിലൊന്നും ഒരു കളക്ഷനും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും മേടിച്ചില്ല. എന്നാലും നേരെ രാമചന്ദ്രനിലോട്ട് പോയിട്ടോ. രാമചന്ദ്രനിൽ പോയിട്ട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് അവസാനം വന്നിട്ട് ഇരിക്കാൻ സീറ്റില്ല ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് സ്റ്റാഫിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാനും അവളും കൂടി കയറി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയൊക്കെ അവിടെ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ CCTV നോക്കിയപ്പോൾ അത് ഞാനും അവളാണല്ലോ. അങ്ങനെ എന്നെ അവളെ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞാൽ പിന്നെ ബില്ലും പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്ത് വിശന്നിട്ടും വയറ് കത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പോക്കറ്റ് ഷവർമയും ലൈമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഒരു മിനി ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എനിക്ക് സന്തോഷകരമായ സാധനം കിട്ടി. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.